മന്ത്രിസഭ വകുപ്പ് വിഭജനം ഏതാണ്ട് പൂർണ്ണമായി പ്രഖ്യാപനം ഇനി വന്നിട്ടില്ല. പ്രഖ്യാപനം ഇപ്പോൾ ഗവർണർക്ക് പട്ടിക കൊടുത്ത് എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ലീഗ് ആവശ്യപ്പെട്ടതെല്ലാം ലീഗിന് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. വേറെ വഴിയില്ലല്ലോ. സതീശൻ വളരെയധികം നിരാശയിലായിരിക്കാം. മാത്രമല്ല ഇവിടെ ഇപ്പോഴും വരുന്നൊരു ചോദ്യം ലത്തീൻ സഭ എങ്ങനെ സമാധാനിപ്പിക്കും എന്നുള്ളതാണ്. ലത്തീൻ സഭ ഇന്നലെ സമാധാനിപ്പിക്കാനല്ലേ കെ മുരളീധരനും സി പി ജോണുമായിട്ട് അവരടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ പറയുന്നത് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളിന് തന്നെ, ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളിന് തന്നെ ഈ വകുപ്പ് കൊടുക്കണം, ഈ ഫിഷറീസ് വകുപ്പ് കൊടുക്കണമെന്നുള്ളതാണ്. ശരിക്കും അതേ സമുദായത്തിൽപ്പെട്ട ആളാണ് ഷിബു ബേബി ജോൺ. പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല. അപ്പോൾ ഇവർ കോൺഗ്രസ്സുകാരനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയിരുന്നു എങ്കിൽ എം വിൻസെന്റിനെയാണ് മന്ത്രിയാക്കിയിരുന്നത് വളരെ എളുപ്പമായിരുന്നു കാര്യം. എം വിൻസെന്റിനെ ഏൽപ്പിച്ചത്. എം വിൻസെന്റ് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൽ, കോൺഗ്രസ് കൊടുക്കാത്തതിൽ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. എം വിൻസെന്റ് കിട്ടുമെന്നാണ് കരുതിയിരുന്നത്. എന്താണെങ്കിലും ശരി, ഇദ്ദേഹം പറഞ്ഞത്, ഷിബു ബേബി ജോൺ പറഞ്ഞത്, വനം വകുപ്പിൽ ഞാൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഉള്ളത് നൈപുണ്യ വികസനമാണ്, പിന്നെ ഉള്ളത് കശുവണ്ടി വ്യവസായം. വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ചവറയിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് ഒരു വലിയ നൈപുണ്യ വികസനം ബന്ധപ്പെട്ട വലിയൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ എന്തൊക്കെ അല്ലേ, തൊഴിൽ വകുപ്പിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം മന്ത്രിയാകുന്ന കാലത്താണോ തുടങ്ങിയെന്നൊരു സംശയമുണ്ട്. പക്ഷേ ഏതായാലും അതിൻ്റെയൊക്കെ ഒരു വികസനം അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം മുൻകൂട്ടി കണ്ടായിരിക്കും ഈ വകുപ്പ് അദ്ദേഹം. എന്തായാലും അദ്ദേഹം പറഞ്ഞതെന്നറിയും, ഇതൊന്നും എനിക്ക് വിട്ടുതരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് നോക്കിയേക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. ഏതാ ഈ ഫിഷറീസ് വകുപ്പിനോട് പുള്ളിക്ക് താല്പര്യമില്ല. ഇപ്പം എന്താണെങ്കിലും ഉന്നത വിദ്യാഭ്യാസവും ഫിഷറീസ് വകുപ്പും, ഉന്നത വിദ്യാഭ്യാസം വിട്ടു തന്നിട്ട് ഫിഷറീസ് ഞങ്ങൾ എടുത്തോളാം എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസവും ഫിഷറീസും നിലവിൽ ലീഗിന് കിട്ടി എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയൊരു വിവരം. നമ്മൾ ആ വകുപ്പ് വിഭജന പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് എടുത്ത വീഡിയോയാണ്. അതിനുശേഷം വന്ന മാറ്റമുണ്ടാകാം. പക്ഷേ നമുക്ക് കിട്ടിയ വിവരപ്രകാരം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ലത്തീൻ സഭയിൽ പിന്നെ ഉള്ള ഒരാൾ ടി ജെ വിനോദാണ്, എറണാകുളം MLA. അദ്ദേഹം പക്ഷേ മന്ത്രി പട്ടിക അദ്ദേഹത്തെ ആദ്യ ഘട്ടത്തിൽ അങ്ങനെ പരിഗണിച്ചിരുന്നില്ല എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെക്കാൾ ഒരു MLA എന്നുള്ളതിൽ സീനിയർ വിൻസെന്റ് ആണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, എറണാകുളത്ത് നിന്ന് ഇപ്പം വരുമ്പം ഈ മന്ത്രിമാരുടെ ഒരു സമതുലിതാവസ്ഥയ്ക്ക് വ്യത്യാസം വരുമല്ലോ. എറണാകുളം ജില്ലയിൽ നിന്ന് പിന്നെയും സിറോ മലബാർ സഭയിൽപ്പെട്ട ആളാണ് നമ്മുടെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അദ്ദേഹം മന്ത്രിയായി. അതുപോലെ റോജി എം ജോൺ, അദ്ദേഹം സിറോ മലബാർ സഭക്കാരനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ലത്തീൻ പ്രാതിനിധ്യം എന്നുള്ളൊരു കാര്യം അവിടെയുണ്ട്. ഇപ്പോൾ ലത്തീൻ ഷിബു ബേബി ജോൺ ലത്തീൻ ആണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അങ്ങനെ RSP എന്ന് പറയുമ്പോൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സഭ തിരുവനന്തപുരത്ത്, നമ്മുടെ ഇവിടുത്തെ സഭ അക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിലായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണത്. അതൊക്കെ കോസ്റ്റൽ ഏരിയയിൽ, തീരദേശ മേഖലയിൽ. കോൺഗ്രസിന്റെ തന്നെ ഒരു MLA അല്ലേ, ലത്തീൻ കത്തോലിക്കയുടെ MLA തന്നെ അല്ലയോ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത്? അതെ. അദ്ദേഹത്തിന് ഈ മലയാളിയാണ് അദ്ദേഹം, TT പ്രവീൺ. അതേത് മണ്ഡലോ? കന്യാകുമാരി, വിളവങ്കോട് മണ്ഡലം. നമ്മൾ അതിർത്തി കഴിഞ്ഞ അടുത്ത് അടുത്ത് വിളവങ്കോടൊക്കെ നമുക്ക് കിടക്കണം. എന്താണെങ്കിലും നമ്മൾ ഈ വകുപ്പ് വിഭജനത്തിൽ ലീഗ് എവിടെ പിടിച്ചോ അവിടെ തന്നെ കിട്ടിയിരിക്കുകയാണ്. കാരണം ഈ 5ാമത്തെ മന്ത്രി അവർ പ്രഖ്യാപിച്ചത് പോലും കൂടിയാലോചന ഇല്ലാതാണ്. അവർ കീഴ്വഴക്കത്തിന്റെ പുറത്ത് 5ാം മന്ത്രിയെ പ്രഖ്യാപിച്ചത്. മുന്നണിയിൽ കൂടിയാലോചിച്ചിട്ടല്ല 5ാം മന്ത്രിയെ പ്രഖ്യാപിച്ചത്. 5 മന്ത്രിമാരെ അവരങ്ങ് പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വിവാദം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു ഈ 5ാം മന്ത്രി. അത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ 2 സീറ്റിന്റെ അധികാരത്തിൽ 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അന്ന് ഭരിക്കാൻ പോയത്. എന്നിട്ട് അതാണ് PC ജോർജ് കളിച്ചിട്ടാണെന്ന് സെൽവരാജ് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അന്ന് ഭരണം അവസാന കാലഘട്ടം വരെ ഭീഷണിയിലുമായിരുന്നു. ഈ ഭരണം ഭീഷണിയിലുമായിരുന്നു. അങ്ങനെയാണ് ഈ 5ാം മന്ത്രിക്ക് വഴങ്ങേണ്ടി വന്നത്. ഈ 5ാം മന്ത്രിക്ക് വഴങ്ങിയതിന് ശേഷം ഇത്തവണ വീണ്ടും നമ്മൾ കരുതിയത് വീണ്ടും 4 കൊടുത്തുകൊണ്ട്, പക്ഷെ അവർ 22 MLA-മാർ ഉള്ള സ്ഥിതിക്ക് അവർ അന്ന് കോൺഗ്രസിന് 38 MLA ഉള്ളൂ, ഇപ്പൊ 63 MLA ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കൂടുതൽ കിട്ടുന്നതാണ്. കോൺഗ്രസിന് ബാർഗനിങ് പവർ പണ്ടത്തെ പോലെ തന്നെയാണ്, അവർക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് തോന്നുന്നത്. ബാർഗനിങ് പവർ ഉണ്ട്, ബാർഗെയിൻ ചെയ്യാൻ തക്ക തണ്ടലുള്ള ആൾക്കാർ ഇല്ല എന്നുള്ളതാണ്. അതിനകത്ത് കൃത്യമായിട്ട് ഇത് പറഞ്ഞ് എന്താണ് ഇപ്പൊ മുഖ്യമന്ത്രി സതീശന് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. ലീഗിന്റെ കാരുണ്യത്തിൽ മുഖ്യമന്ത്രി ആയ ആളാണ്, തീർച്ചയായും എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, അവർ പറയുന്നതെല്ലാം ഇദ്ദേഹം കേൾക്കേണ്ടിയും വരും. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. അത് മുമ്പ് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, നമുക്കറിയാമല്ലോ. ലീഗ് ഭരിക്കുന്ന സമയത്തൊക്കെ ലീഗ് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ലത്തീൻ സഭയെക്കുറിച്ച് പറയുമ്പോഴും, ഈ ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ഈ ജില്ലകളാണ് പ്രധാനമായി അവർക്കൊരു സ്വാധീന മേഖലകളുള്ളത്. അപ്പോൾ അവരെ തീർത്ത് ഒഴിവാക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അവരുടെ ആവശ്യം പരിഗണിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് അടുത്ത് നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ തിരുവനന്തപുരം
പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ തന്നെ അതിൽ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത. അല്ല, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ എന്നും BJP ജയിക്കാതെ പോകുന്നതിന്റെ ഒരു കാരണം ഈ ലത്തീൻ സഭ തന്നെ കോസ്റ്റൽ ഏരിയ തന്നെ. അതെ, അവിടെ നിന്നുള്ള അവിടെ എണ്ണുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണയും പിന്നിൽ പോയത്. മുമ്പൊരിക്കലും കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് കുമ്മനം ജയിച്ചു എന്നുള്ള രീതിയിൽ മധുര വിതരണം വരെ തുടങ്ങാൻ പോയതാണ്. അപ്പോഴാണ് തരൂർ പെട്ടെന്ന് വീണ്ടും വലിയ ലീഡിലേക്ക് എത്തുക. അത് കോസ്റ്റൽ ഏരിയ എണ്ണുമ്പോഴാണ്. അതെ, കോസ്റ്റൽ ഏരിയയിലെ വോട്ടുകളാണ് എപ്പോഴും വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ആ ലത്തീൻ സഭ ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സഭയായിട്ട് കൂടി അവർക്കൊരു പ്രാതിനിധ്യം കൊടുക്കാതെ, അല്ലെങ്കിൽ അവർ പറയുന്നതിനൊരു മുഖവില പോലും നൽകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് സതീശൻ വന്ന് പെട്ടിരിക്കുന്നത്. സതീശൻ ശരിക്കും ടെൻഷനാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇപ്പം സുകുമാരൻ നായരോ വെള്ളാപ്പള്ളിയോ പറയുകയാണെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യൻ അനുസരിക്കും, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ലത്തീൻ സഭയെക്കുറിച്ച് സഭ അങ്ങനെയല്ല. അവരുടെ സഭാപിതാക്കന്മാർ എടുക്കുന്ന ഒരു തീരുമാനം കൃത്യമായ താഴെത്തട്ടിലുള്ള വിശ്വാസികളെ നടപ്പിലാക്കിയിരിക്കും. വലിയ പ്രശ്നമാണത്. മാത്രമല്ല KCRC പക്ഷം ഒന്നും പുള്ളിക്ക് അനുകൂലമല്ലാത്ത സ്ഥിതിക്ക് കോൺഗ്രസിൽ നിന്ന് കാര്യമായ സഹായം അദ്ദേഹത്തിന് കിട്ടത്തില്ല. ഇങ്ങനെ ഇയാളുടെ തലയിൽ മറ്റുള്ളവർ കയറിക്കോട്ടെ എന്ന് ഇവരും വിചാരിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കോൺഗ്രസ്സുകാർ. അല്ല, കോൺഗ്രസ്സുകാരുടെ രീതി അതാണ്, നമുക്കറിയാമല്ലോ. രീതി അങ്ങനെ ഇനി വേണമെങ്കിൽ ഇവരെ എരുതിയിൽ എണ്ണ ഒഴിക്കാനും ആൾ കാണും. ഉറപ്പാണല്ലോ. അതെ, അതോടുകൂടി ഈ സതീശന് ഈ മുഖ്യമന്ത്രി കസേര തന്നെ ഒരു മുള്ള് നിറഞ്ഞ ഒരു ഇതായിട്ട് മാറും, മുൾക്കിടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ സതീശനെ എതിർക്കുന്നതിന് ആവശ്യമായ കണ്ടന്റ് ഇവിടെ തന്നെ കൊടുത്തോളൂ. അല്ലാതെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു 2.5 കൊല്ലത്തിനുള്ളിൽ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം എന്തായാലും നടക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് ആണ് പാർട്ടി, മുമ്പ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണി ഉമ്മൻചാണ്ടിയുടെ കാലത്തും സംഭവിച്ചാണ്. സോളാർ കേസ് പൊക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവന്നത് പോലും ഈ ഒരു ഉദ്ദേശത്തോടെ. പക്ഷെ ഉമ്മൻചാണ്ടി ഇവരെക്കാളൊക്കെ ബുദ്ധിമാനും തന്ത്രജ്ഞനും ആയതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം കസേര വിട്ടുകൊടുത്തില്ല. സാക്ഷാൽ കരുണാകരൻ വരെ കസേര വിട്ടു പോകേണ്ടി വന്നു, AK ആന്റണിക്ക് വിട്ടു പോകേണ്ടി വന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയെ പുകയ്ക്കാൻ കൊണ്ടുവന്ന സംഭവമായിരുന്നു സോളാർ. പക്ഷേ അദ്ദേഹം അതിനകത്ത് തന്നെ പിടിച്ചു തൂങ്ങി. അദ്ദേഹം കൃത്യമായിട്ട് മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം താൻ നിരപരാധിയാണ് എന്നുള്ള CBI റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അദ്ദേഹം അന്തരിച്ചത്. അത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ആത്മീയ നേതാക്കൾ, അല്ലെങ്കിൽ സഭാ നേതാക്കൾ, അല്ലെങ്കിൽ ഈ SNDP NSS പോലുള്ള നേതാക്കന്മാരുടെയൊക്കെ തന്നെ തിണ്ണയിറങ്ങില്ല എന്ന് നേരത്തെ ഉറച്ച് വിശ്വസിച്ചിരുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യത്തെ ദിവസം തന്നെ തിണ്ണയിറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഇത് ഇന്ന് എവിടെയോ ഒരു പടം ഇട്ടിട്ടൊക്കെ കമന്റ് ഇട്ടേക്കുന്നു, അദ്ദേഹം തിണ്ണയിലല്ല ഇരിക്കുന്ന, കസേരയല്ല എന്ന് പറഞ്ഞിട്ട് ഈ ബിഷപ്പുമാരുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് ആരോ ഒരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഈ പറയുന്ന ലീഗ് ഒരു വശത്ത്, ക്രൈസ്തവ സഭകൾ മറ്റൊരു വശത്ത്. ഇപ്പം ഇദ്ദേഹത്തിന് മൈൻഡ് ചെയ്യാത്ത 2 സമുദായങ്ങൾ, SNDP NSSനെ മൈൻഡ് ചെയ്യേണ്ട, അവരെ നോക്കുകയും വേണ്ട. അവരുടെ കാര്യത്തിൽ പുള്ളിക്ക് എന്തോ ഈ രണ്ട് സമുദായങ്ങളിലെ നേതാക്കന്മാരെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് താല്പര്യമില്ല, അവരെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഈ സമുദായത്തിൽപ്പെട്ടവരെന്നുള്ളതുകൊണ്ട് പേടിക്കേണ്ടത്. അതുകൊണ്ട് മാത്രം അത് പേടിക്കേണ്ട. പക്ഷേ ലീഗാണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും ഇത് 2 സൈഡിൽ നിന്നും അവരിങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം 2 പ്രധാനപ്പെട്ട വകുപ്പ്, ഈ സമുദായങ്ങൾക്ക് വേണ്ട അല്ലെ സഭകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസവുമാണ്. അല്ല, ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസവുമാണ് ഈ പ്രധാനമായിട്ടും ഇവർ. അതായത് ഇപ്പൊ SNDP NSS എന്താ, അവർക്കും ഇത് തന്നെയാണ് വിഷയം. ക്രൈസ്തവ സഭകൾക്ക് ഇതാണ് വിഷയം. ക്രൈസ്തവ സഭകൾക്ക് അവരിൽ ഒരാൾ മന്ത്രിയായിട്ട് എത്തണം. അത് അവർക്ക് അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവരണം. ലീഗിൻ്റെ അടുത്ത് അവർക്ക് നിർഭയം സമീപിക്കാൻ സാധിക്കില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വടക്കേ മലബാറിലും ഒക്കെയാണ് ലീഗിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ബാക്കിയുള്ളിടത്തെല്ലാം കേരള ഒട്ടാകെ ഉള്ളത് ക്രൈസ്തവ സഭകൾക്കാണ്. SNDPക്കും NSSനും അവരുടെ സ്വാധീന മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിനകത്ത് നിയമനത്തിന്റെ കാശെടുത്തിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാർ പുട്ടടിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആദ്യം വെള്ളാപ്പള്ളി ഏറ്റവും അധികം ഭയന്നിരിക്കുന്നത് ലീഗിന് ഇത് പോയതാണ്. ലീഗിനെതിരെ ഏറ്റവും കൂടുതൽ വർഗീയ ആക്രമണം നടത്തിയതും വർഗീയ പ്രസ്താവനകൾ നടത്തിയതും വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ എന്നല്ല SN ട്രസ്റ്റിൻ്റെ സ്ഥാപനങ്ങളിൽ അധികമായിട്ടുള്ള അധ്യാപക തസ്തികകൾ കിടക്കുന്നു. 128 അധ്യാപക തസ്തികകൾ SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ അധികമായി കിടക്കുന്നു. ഈ 128 പേരെ ഒഴിവാക്കണം, കാരണം അതിനുള്ള കുട്ടികൾ അവിടെയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 87 പേർക്ക് കൂടി പുതിയതായിട്ട് നിയമനം നടത്താൻ വേണ്ടി കോളേജ് അധ്യാപക തസ്തികകൾ സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നു. ഈ അനുവദിച്ച തസ്തികകളിൽ വെള്ളാപ്പള്ളിയും കൂട്ടരും പണം വാങ്ങുകയും ചെയ്തു, കോഴ വാങ്ങുകയും ചെയ്തു. ഈ വാങ്ങിക്കഴിഞ്ഞ അത് കൊടുത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവരും ഇപ്പോൾ അങ്കലാപ്പില്ല, കൊടുത്തവരും അങ്കലാപ്പില്ല. കാരണം ഇത് തിരിച്ചു കിട്ടുകയില്ല.
ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനെ ആകെ വെട്ടിലായി നിൽക്കുകയാണ്. പിന്നെ NSSന്റെ സ്ഥാപനങ്ങളിൽ ഇത്രയും കടുംപെട്ടില്ല. അല്ല, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഒരു സമുദായ സംഘടനകൾ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതായ വകുപ്പിലേക്ക് മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടരുത് എന്നാണ്. അത് മോശം പ്രവണതയാണ്. അത് ശരിക്കും അതിൽ മറ്റുള്ള അപ്പോൾ ഈ നിയമിക്കുന്ന മന്ത്രിയുടെ ജോലി സ്വന്തം സമുദായത്തിൻ്റെ കാര്യം നോക്കലാണോ എന്ന് നമ്മൾ സ്വാഭാവികം അല്ല, ഈ കേന്ദ്രത്തിൽ എന്താ ഇവർ ഇതുപോലൊരു ആവശ്യം ഉന്നയിക്കുന്നത്? ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾ കേരളത്തിലെ ഞങ്ങൾക്ക് ഇന്ന പോലൊരു മന്ത്രിയെ തരണം എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത്? അല്ലേ? അത് നടക്കത്തില്ല. ഇനി അതങ്ങ് പോട്ടെ, കേന്ദ്രത്തിലങ്ങ് പോട്ടെ. ഇവിടെ ഇപ്പോൾ LDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു മന്ത്രിയെ ഒന്നും പറയില്ല. പിന്നെ ഇനി BJP അധികാരത്തിൽ വന്നു എന്നിരിക്കുക, ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാവും? ഒരിക്കലും നടക്കുകയില്ല. അപ്പം BJP അധികാരത്തിൽ വരുമ്പോഴും പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ, സാമുദായിക സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അല്പസ്വല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും ഇതുപോലെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാത്രമല്ല, പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട്ടിൽ കാണിച്ച് ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച് വെച്ചിട്ട് ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇതിനെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ സമുദായ നേതാക്കൾ ഇക്കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു മിതത്വം പാലിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ VD സതീശന് ഈ തർക്കം പരിഹാരത്തിന് മാത്രമേ സമയം കാണുള്ളൂ, അതിന് ഭരിക്കാൻ സമയം കിട്ടില്ല. അതാണ് വാസ്തവം. എന്താണെങ്കിലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. ലീഗിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ കോൺഗ്രസിന് വഴങ്ങേണ്ടി വരും, ലീഗ് ഭരണം ഏറ്റെടുക്കും എന്നൊരു പ്രചാരണം പൊതുവെ CPM-ഉം BJP-യും ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് അതേ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ശരിക്കും ആശങ്കാജനകമാണ്.